മാനവകുലത്തിന്റെ വീണ്ടെടുപ്പിനായി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് മരണത്തെ ജയിച്ച് മൂന്നാം ദിവസം സർവമഹത്വത്തോട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശുമിശിഹായുടെ തിരുവിലാവിൽ സ്പർശിച്ചുകൊണ്ട് എന്റെ കർത്താവും എന്റെ ദൈവവുമെന്ന് സത്യവിശ്വാസ പ്രഖ്യാപനം നടത്തിയ വിശുദ്ധ മാർത്തോമാ ശ്ലീഹ AD 82 ആർഷഭാരതത്തിന്റെ ഈറ്റിലും അതിഥികളെ ദേവന്മാരെ പോലെ സ്വീകരിക്കാനും ലോകാസമസ്ത സുഖനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുവാനും പഠിപ്പിച്ച മഹാതാപസന്മാരും ഋഷിവര്യന്മാരും ജന്മം കൊണ്ട ഭാരതത്തിൽ ക്രൈസ്തവ സുവിശേഷത്തിന്റെ തങ്കക്കതിരുകൾ അണിയിച്ച് ഒരു വലിയ ജനതയെ സത്യവിശ്വാസത്തിലേക്ക് നയിച്ച് തന്റെ പൊൻകരത്താൽ രൂപം കൊടുത്ത മലങ്കര സഭ ഇന്നും സത്യവിശ്വാസത്തിൽ നിലനിൽക്കുന്നു. മാർത്തോമാ ശ്ലീഹ മൈലാപ്പൂരിലെ മണ്ണിൽ മലങ്കര മക്കൾക്ക് വേണ്ടി ചിന്തിയ രക്തത്തിൽ നിന്നും ഉയർക്കൊണ്ട പൗരസ്ത്യ ദേശത്തെ പരിശുദ്ധ സഭ കത്തോലിക്ക സിംഹാസനത്തോടുള്ള അചഞ്ചലമായ ഓർലും വിശ്വാസത്തിലും നിലനിൽക്കുന്നു. പരിശുദ്ധാത്മ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പിതാക്കന്മാരാൽ ഭരിക്കപ്പെടുന്ന പരിശുദ്ധ സഭ പാതാള ഗോപുരങ്ങൾക്ക് തകർക്കാൻ പറ്റാത്ത വിധം ശക്തമായി നിലനിൽക്കുന്നു. പകൽ പറക്കുന്ന അസ്ത്രത്തിനും രാത്രി സഞ്ചരിക്കുന്ന വചനത്തിനും ഉച്ചയിലൂതുന്ന കാറ്റിനും ദൈവത്തിന്റെ സഭയെ തകർക്കാനാവില്ല. ഞങ്ങളുടെ മുൻതലമുറക്കാരും ഞങ്ങൾക്ക് വഴിതെളിച്ചു തന്ന ശേഷം തിരുശീലയ്ക്ക് പിന്നിൽ കിടന്ന യശശരീരരായ പിതാക്കന്മാരും പകർന്നു നൽകിയ പൗരാണിക ഭാരത ക്രൈസ്തവ സഭയുടെ വിശ്വാസവും പാരമ്പര്യവും സ്വാതന്ത്ര്യവും കാതോലിക്കേറ്റ് മഹാനീതിയുടെ മലങ്കരയിലുള്ള പരമാധികാരം ജനിച്ചവർക്ക് കരുത്തുള്ളിടത്തോളം കാലം, അമ്മയുടെ ഉദരത്തിൽ നിന്നും ജീവന്റെ കുടുപ്പുള്ളിടത്തോളം കാലം ഒരു വൈദേശിക ശക്തിക്ക് മുമ്പിലും അടിയറ വയ്ക്കില്ല. കാതോലിക്ക കനകസിംഹാസനം പ്രാണന്റെ പ്രാണനായി കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കും. ഓർത്തഡോക്സ് രക്തം ശരികളിലൂടെ ഒഴുകുന്ന ഉശിരും ചൂടുമുള്ള നല്ല പിതാക്കന്മാർക്ക് പിറന്ന മലങ്കര നസ്രാണികൾ ശ്രീമാലങ്കൃത വീതവർണ്ണ പതാക വാനോളം ഉയർത്തി ഒരേ സ്വരത്തിൽ ഉച്ചൈശ്വരം ഘോഷിക്കുന്നു. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹയുടെ സിംഹാസനം നീണാൾ വാഴട്ടെ. ജയ് ജയ് കാതോലിക്കോസ്.